കുൽദീപ് യാദവ് ബാറ്റിംഗിൽ കാഴ്ചവെച്ച ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് മറ്റുള്ള ബാറ്റ്സ്മാൻമാർക്ക് എന്താ ഇന്ന് കാഴ്ചവെക്കാൻ കഴിയാതെ പോയത്? ഇന്നലെ പ്രസ് മീറ്റ് നടത്തിയിട്ട് കുൽദീപ് യാദവ് പറഞ്ഞു ഈ പിച്ചിനകത്ത് ഒരു ഭൂതവും ഇല്ല, ഇത് ഒരു റോഡ് പിച്ചാന്ന് പറയുന്നു. കുൽദീപ് യാദവ് വന്നിട്ട് ബാറ്റ് ചെയ്ത് കാണിച്ചു തരുന്നു ഇതൊരു റോഡ് പിച്ച് ആയിരുന്നു എന്നുള്ളത്. 134 ബോളാ കളിച്ചത്, 134 ബോൾ. അതായത് ഇന്ത്യൻ ടീമിൽ ഏറ്റവും കൂടുതൽ ബോൾ ഫേസ് ചെയ്ത ഒരു പ്ലെയർ ആണ് കുൽദീപ് യാദവ്. വളരെ സിമ്പിൾ ആയിട്ട് വന്നിട്ട് കുൽദീപ് യാദവ് ഈ പിച്ചിൽ വന്ന് കളിക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ പേര് കേട്ട ബാറ്റ്സ്മാൻമാർ പറയുന്നു അയ്യോ ഭൂതം, പിച്ചിൽ ഭൂതം. ഇന്ത്യയുടെ ബാറ്റിംഗ് കണ്ടിട്ട് മാർക്കോ യാൻസൺ ബോൾ ചെയ്യുന്നത് പെർത്തിലോ ജോഹനാസ്ബർഗിലോ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ സ്പിന്നർമാർ ബോൾ ചെയ്യുന്നത് ആ കൊൽക്കത്തയുടെ പിച്ച് അതുപോലെ ഇളക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചതുപോലെയാണ് ഇന്ത്യയുടെ മറ്റുള്ള ബാറ്റ്സ്മാൻമാർ സൗത്ത് ആഫ്രിക്കയുടെ സ്പിന്നർമാരെ നേരിടുന്നത്. പിച്ചിൽ എന്തോ ഭൂതമുണ്ട്, ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർക്ക് കളിക്കാൻ കഴിയുന്നില്ല. സൗത്ത് ആഫ്രിക്കയെ ബാറ്റ് ചെയ്യുമ്പോഴത്തേന് ബാറ്റിംഗ് പിച്ചും ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ ബാറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേന് ബോളിംഗ് പിച്ചും. 246 6 വിക്കറ്റ് പോയെടുക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ വാലറ്റം 489 റൺസ് എടുക്കുന്നു. മുത്തുസ്വാമിയെ കൊണ്ട് മെയ്ഡൻ സെഞ്ചുറി എടുപ്പിക്കുന്നു. മാർക്കോ യാൻസനെ കൊണ്ട് 90+ എടുപ്പിക്കുന്നു. സെഞ്ചുറിക്ക് തൊട്ടടുത്ത് വീണുപോയി. അല്ലെങ്കിൽ മാർക്കോ യാൻസൺ വന്നിട്ട് റെക്കോർഡ് എടുത്തതന്നെ ഇന്ത്യക്കെതിരെ. ഇവരെ കൊണ്ടെല്ലാം സെഞ്ചുറി എടുപ്പിക്കുന്നു, ഇവരെ കൊണ്ടെല്ലാം അടി വാങ്ങിച്ചു കൂട്ടും. 150 ഓവറാണ് ഇന്ത്യ ബോൾ ചെയ്തത്. അതായത് 6 സെഷനാണ് ഇന്ത്യ ബോൾ ചെയ്തത്. 2 ദിവസം വെയിലത്ത് നിർത്തി വാടിച്ചു ഇന്ത്യയുടെ ബോളർമാരെയും ഫീൽഡർമാരെയും. ഒരു 100 ഓവറെങ്കിലും കളിക്കും ഇന്ത്യ. ഒരു 100 ഓവറെങ്കിലും ഇന്ത്യൻ ടീം കളിക്കുമെന്ന് ബാറ്റിങ്ങിൽ. ഒരു 3 സെഷനെങ്കിലും തികച്ച് ബാറ്റ് ചെയ്യും, അതും കഴിയുന്നില്ല. കിട്ടിയ അടിയെങ്കിലും തിരിച്ചു കൊടുക്കുക, അതും കഴിയുന്നില്ല. അവസാനമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഫോളോ ഓൺ ചെയ്തത് 2010-ലാണ്. എന്തോ ബാവുമയ്ക്ക് ക്ഷമ തോന്നിയിട്ട് ഫോളോ ഓൺ കൊടുത്തില്ല, അവർ തന്നെ ബാറ്റ് ചെയ്യുന്നു. നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇന്ത്യൻ പ്ലെയർ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ സെക്യൂർ ആണ്. ഒരു ഉദാഹരണം പറയാം. കൊൽക്കത്ത ടെസ്റ്റ് നമ്മൾ പരാജയപ്പെടുന്നു. ഗൗതം ഗംഭീർ പറയുന്നു ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, ഞാൻ പറഞ്ഞ പോലെയാണ് പിച്ച് ഉണ്ടാക്കിയത്, ഞങ്ങൾക്ക് കളിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസം ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് വന്നിട്ട് പ്രസ് മീറ്റ് നടത്തി പറയുക നിങ്ങൾ എന്താണ് ഗൗതം ഗംഭീറിനെ ബ്ലെയിം ചെയ്യുന്നത്, നിങ്ങൾ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ എന്താ ബ്ലെയിം ചെയ്യാത്തത്, ഇന്ത്യൻ ബോളർമാരെ എന്താ ബ്ലെയിം ചെയ്യാത്തത്. ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുക ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെയും ഇന്ത്യയുടെ ബോളർമാരെയും ബ്ലെയിം ചെയ്യുക. ഒരു സീരീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സിംഗ് റൂമിൽ സംസാരിക്കേണ്ട ഒരു വിഷയം ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് പറയുവാണ് ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ ശരിയല്ല, ഇന്ത്യയുടെ ബോളർമാർ ശരിയല്ല. ഇത് കേട്ട ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരുടെ അവസ്ഥ എന്തായിരിക്കും? അവർ എത്രമാത്രം മെന്റലി ഡൗൺ ആയിരിക്കാം. ഇന്നത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് കണ്ടിട്ട് അത്ര മോശം സ്കോഡൊന്നും അല്ല ഇന്ത്യൻ പ്ലേയേഴ്സ്. പക്ഷെ ഇന്നത്തെ ഒരു പ്രകടനം കണ്ടിട്ട് ഇന്ത്യൻ പ്ലേയേഴ്സ് സെക്യൂർ അല്ല ഡ്രസ്സിംഗ് റൂമിൽ. അവരെന്തോ ഒരു വലിയൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നു. ഒന്നി ആ ഒരു വാക്ക്, ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് വന്ന് പറഞ്ഞ ആ ഒരു വാക്ക് അവരെ ഹേർട്ട് ചെയ്തു, അല്ലെങ്കിൽ അവരെ മെന്റലി ഡൗൺ ആക്കുന്നു, അല്ലെങ്കിൽ അവർ ഇൻസെക്യൂർ ആണ്. അറിയാൻ വയ്യ ഇന്ത്യയുടെ പ്ലേയേഴ്സിന് നാളെ എന്ത് സംഭവിക്കുമെന്ന്. ഒരാൾക്ക് ഒരു പൊസിഷൻ പോലും സ്ഥിരമല്ല. സുന്ദർ നോക്കുവാണെങ്കിൽ നമ്പർ 3 തൊട്ട് നമ്പർ 9 വരെ എല്ലാ പൊസിഷനും മാറി മാറി കളിച്ചു. ഇതുവരെ ഇന്ത്യൻ ടീമിന്റെ കോച്ചിന് അറിയത്തില്ല സുന്ദറിന്റെ പൊസിഷൻ എന്താണെന്ന്. നാളെ മേ ബി ഓപ്പൺ ചെയ്യാൻ പറ്റും സുന്ദർ, അല്ലെങ്കിൽ മേ ബി നമ്പർ 11 ഇടും. ബാക്കി എല്ലാ പൊസിഷനും കളിച്ചു. ഇനി ഓപ്പണിങ്ങും നമ്പർ 11 മാത്രമേ ഉള്ളൂ സുന്ദറിനെ സംബന്ധിച്ചിടത്തോളം. ബാക്കി പ്ലേയേഴ്സ് ഒക്കെ ഇൻസെക്യൂർ ആണ്. ആർക്കും അറിയാൻ വയ്യ എന്താണ് ചെയ്യേണ്ടത്, നാളെ എന്താണ് ഞങ്ങളുടെ അവസ്ഥ. വടി കെടുക്കുന്ന ഒരു ടീച്ചറിനെ അല്ല ഇന്ത്യൻ ടീമിന് വേണ്ടത് കേട്ടോ. ഹെഡ് കോച്ച് എന്ന് പറയുമ്പോഴും കോച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേനെ അവർ മെന്റർ ആയിരിക്കണം. മെന്റലി ഡൗൺ ആയിട്ടുള്ള പ്ലേയേഴ്സിനെയൊക്കെ ഉണ്ടല്ലോ, അവരുടെ തോളത്തൊന്ന് കൈയിട്ടിട്ട് അവരെ ഒരു ഡിന്നറിനൊക്കെ വിളിച്ചോണ്ട് പോയിട്ട് അവരെ മെന്റലി ഒന്ന് ഉഷാറാക്കി എടുക്കണം. രവിശാസ്ത്രി ചെയ്ത് കാണിച്ചു തന്നായിരുന്നു. ശിഖർ ധവനും രോഹിത് ശർമ്മയൊക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ രവിശാസ്ത്രി അവരുടെ തോളത്ത് തട്ടിയിട്ട് അവരെ ഡിന്നറിന് വിളിച്ചോണ്ട് പോയിട്ട് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാണിച്ചു കൊടുത്തായിരുന്നു എങ്ങനെയാണ് ഒരു ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹോമിൽ ജയിക്കേണ്ടതെന്ന്. വിരാട് കോഹ്ലിയും രവിശാസ്ത്രിയും കൂടെ ഇന്ത്യൻ ക്രിക്കറ്റിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നേ. ഒരു മാതൃകയുണ്ട് നമ്മുടെ മുമ്പിൽ. അല്ലാതെ വടിയെടുത്തിട്ട് പ്ലേയേഴ്സിനെ തല്ലാൻ നടക്കുന്ന ഒരു കോച്ചുമാര് ഒരിക്കലും ഇന്ത്യൻ ടീമിനെ രക്ഷപ്പെടുത്തത്തില്ല. അനിൽ കുംബ്ലെ ഇതാണ് ചെയ്തത്. അനിൽ കുംബ്ലെ ഈസ് എ ഗുഡ് ബോളർ. പക്ഷെ ഒരു കോച്ച് എന്ന രീതിയിൽ വടിയെടുക്കാൻ ശ്രമിച്ചു, പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഇന്ന് ഇന്ത്യൻ ടീമിൽ ആരെക്കാളും പവർഫുൾ ആണ് ഗൗതം ഗംഭീർ എന്ന് പറഞ്ഞ ഒരു കോച്ച്. സോ ഗൗതം ഗംഭീറിന്റെ കീഴിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പ്ലേയേഴ്സ് ഇൻസെക്യൂർ ആണ്. അവർക്ക് കളിക്കാൻ കഴിയുന്നില്ല. അവരുടെ ഉള്ളിൽ ഒരു ഭയം. മുഹമ്മദ് കൈഫ് പറഞ്ഞതുപോലെ അവർ ഭയപ്പെട്ടാണ് കളിക്കുന്നത്, അവർ ഭയപ്പെട്ടാണ് ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയില്ല. ഈ സീരീസിന്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. മേ ബി ഈ സീരീസ് ഇന്ത്യ ജയിച്ചു കഴിഞ്ഞു ഗൗതം ഗംഭീർ നല്ല കോച്ചായിരിക്കും. അടുത്ത ODIയിൽ പോയിട്ട് ഇന്ത്യ ജയിക്കുമ്പോഴത്തേന് നമ്മളെല്ലാവരും ഇതൊക്കെ അങ്ങ് മറക്കും. T20 ജയിക്കുമ്പോഴത്തേന് നമ്മൾ ഇതെല്ലാം അങ്ങ് മറക്കും. നാളെ നമ്മൾ ഇതെല്ലാം അങ്ങ് മറക്കും. എന്തൊക്കെയോ ചോദ്യങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ. 2ാമത്തെ സീരീസ് ആണ് നമ്മൾ തോൽവിയുടെ വക്കത്ത് പോയി നിൽക്കുന്നത്. 2ാമത്തെ സീരീസ് 2 വർഷത്തിനകം വെച്ച്. സോ ഇന്നത്തെ മത്സരത്തിലോട്ട് വരാം. ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു. 91-ൽ 1 വിക്കറ്റ് പോകുന്നു. അവിടുന്ന് സഡൻലി യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് പോയപ്പോഴത്തേന് ഇന്ത്യ തീർന്നു എന്ന് പറയാം. 91-ൽ 1 നിൽക്കുന്നു. അവിടെ നോക്കുവാണെങ്കിൽ 201-ൽ ഇന്ത്യ ഓൾ ഔട്ട് ആവുന്നു. ഒറ്റ ഒരു യശസ്വി ജയ്സ്വാൾ മാത്രമാണ് ഇന്ന് ബാറ്റ് ചെയ്തത് ടോപ്പ് ഓർഡറിൽ നോക്കുവാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ വന്നിട്ട് ബാറ്റ് ചെയ്യുന്നു. സൈമൺ ഹാബറിന്റെ നോക്കുവാണെങ്കിൽ മനോഹരമായ ഒരു ബോളായിരുന്നു. ഇന്നത്തെ ഈ പിച്ചിൽ ബ്രേക്ക് ആയ ഏക ഒരു ബോളാണ് ആ ബോൾ. സൈമൺ ഹാമർ എറിഞ്ഞ യശസ്വി ജയ്സ്വാളിനെതിരെ എറിഞ്ഞ
ആ ഒറ്റ ഒരു ബോളാണ് ബ്രേക്ക് ആയത്. മനോഹരമായ ഒരു ബോളായിരുന്നു. യശസ്വി ജയ്സ്വാൾ അവിടെ ഔട്ടാവും. പിന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിന് എന്താ സംഭവിച്ചത്? KL രാഹുൽ 2 ക്യാച്ചാണ് ഈ സീരീസിൽ KL രാഹുൽ കൊണ്ട് കളഞ്ഞത്. 2 ക്രൂഷ്യൽ ക്യാച്ച്. ഇന്നും കൊണ്ട് കളഞ്ഞു ഒരു ക്യാച്ച്, ഫസ്റ്റ് ഇന്നിംഗ്സിലും കൊണ്ട് കളഞ്ഞു ഒരു ക്യാച്ച് KL രാഹുൽ. ഇന്ന് ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേനും KL രാഹുലിന്റെ ബാറ്റിംഗ് ആയിരുന്നു ഒരു സ്കോർ വരേണ്ടത്. ക്രൂഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ KL രാഹുൽ കളിച്ചിട്ടുണ്ടോ? എന്റെ ഓർമ്മയിലില്ല. നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് തെറ്റ് പറ്റിയിരുന്നു. ഒറ്റ ഒരു ഇന്നിംഗ്സ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരം, ഇന്ത്യയെ ജയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മത്സരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്നും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു KL രാഹുൽ കളിക്കുമെന്ന്. കളിക്കുന്നില്ല. പിന്നെ നമ്പർ 3, ഇപ്പോഴും നമുക്കറിയത്തില്ല ആരാണ് ഇന്ത്യയുടെ നമ്പർ 3 എന്നുള്ളത്. കോച്ചിന് അറിയത്തില്ല, പിന്നെ എങ്ങനെ നമുക്കറിയാം? കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ സുന്ദർ ആയിരുന്നു നമ്പർ 3. ഇന്ന് നോക്കുവാണെങ്കിൽ സായി സുദർശൻ. അവസരങ്ങളോട് അവസരങ്ങൾ കൊടുക്കുന്നു. കരുൺ നായരിനെ ചവിട്ടി പുറത്താക്കിയിട്ട് സായി സുദർശനെ കൊണ്ടുവരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സായി സുദർശൻ ഇന്ത്യയുടെ ടീമിലോട്ട് വന്നത്? IPL ഓറഞ്ച് ക്യാപ്പ് പ്ലെയർ ആണ്. ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത പ്ലെയർ ആണ് 2025. അതായത് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലോട്ട് വരാനുള്ള മാനദണ്ഡം IPL ഉയർന്ന സ്കോറാണ്. ടാലന്റ് ഉണ്ട്, നമ്മളെല്ലാവരും ബാക്ക് ചെയ്തു, കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്നൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരം. എന്തായിരുന്നു സായി സുദർശന്റെ കോൺട്രിബ്യൂഷൻ? കേവലം 15 റൺ. 10 ഇന്നിംഗ്സിൽ നിന്നായിട്ട് 288 റൺസ്. ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ കേവലം 28. കേവലം 2 ഹാഫ് സെഞ്ചുറിയാണ് എടുത്തത്. ഒന്ന് ഇംഗ്ലണ്ടിൽ എടുത്തു, ഒന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെ എടുത്തു. അതാണ് പറയാനുള്ള ഒരു പെർഫോമൻസ്. കരുൺ നായർ പുതിയ ടീറ്റ കിട്ടുമെന്ന് പറയുന്നത് കേട്ടു. ഇനി എന്നെ തിരിച്ച് ടീമിലോട്ട് കൊണ്ടുവരാം. തീർച്ചയായിട്ടും ഒരു അവസരം ഇന്ത്യയിൽ കൊടുക്കേണ്ടതായിരുന്നു കരുൺ നായർ, പക്ഷെ കൊടുക്കുന്നില്ല. സായി സുദർശന്റെ പെർഫോമൻസ് ഇതാണ്. ഒരു ഷോർട്ട് പിച്ച് ബോൾ എറിയുന്നു സ്പിന്നർ. ഒരു ഷോർട്ട് പിച്ച് ബോൾ, ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളേ അല്ല, അടിച്ച് മിഡ് വിക്കറ്റിന്റെ കൈ കൊടുത്തിട്ട് സായി സുദർശൻ കയറി പോകുന്നു. ലെഗ് സൈഡ് നമുക്കറിയാം സായി സുദർശൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ നമ്മളത് കണ്ടതാണ്. ബെൻ സ്റ്റോക്ക് എങ്ങനെയാണ് വന്ന് വിക്കറ്റ് എടുത്തോട്ട് പോയത്? ബോഡി ടു ബോഡി എറിയും, അല്ലെങ്കിൽ ഷോർട്ട് ബോൾ എറിയും. ഒന്നീ കോട്ട് ബി ഹാൻഡ് ആവും, ഡീപ്പിൽ അല്ലെങ്കിൽ സ്ക്വയറിൽ അടിച്ചു കൊടുത്തിട്ട് കയറിപ്പോകും. അത് തന്നെ ഇന്ന് കാഴ്ചവെക്കുന്നു. ഇന്ന് മിഡ് വിക്കറ്റിൽ അടിച്ച് ക്യാച്ച് കൊടുത്ത് സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ട് സായി സുദർശൻ കയറിപ്പോകും. നമ്പർ 4 കളിക്കാൻ വരുന്നു ജുറൈൽ. ഗില്ലില്ലല്ലോ, ഗില്ലില്ലാത്തതുകൊണ്ട് നമ്പർ 4 കളിക്കാൻ ജുറൈലിനെ പറഞ്ഞു വിടുന്നു. ജുറൈൽ കയറിപ്പോകുന്നു ഡക്കിന്. T20 ടെസ്റ്റ് കളിച്ച് പാരമ്പര്യമുള്ള ഒരു പ്ലെയർ ആണ് ജുറൈൽ. രാജസ്ഥാൻ റോയൽസിനെ 4 കളി തോൽപ്പിച്ച പരിചയമുള്ള ഒരു പ്ലെയർ ആണ് ജുറൈൽ. ജുറൈൽ ഇന്ന് ഇന്ത്യയുടെ 2 ഫോർമാറ്റിൽ കളിക്കുന്നുണ്ട്. എന്താണ് മാനദണ്ഡം എന്നറിയാമോ? വെസ്റ്റ് ഇൻഡീസിനെതിരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അതുകൊണ്ട് ജുറൈൽ ഇന്ത്യയുടെ 2 ഫോർമാറ്റിലെ പ്ലെയറാണ്. സഞ്ജു സാംസന് T20 പോലും പ്രോപ്പർ ആയിട്ട് ഒരു ഇടവില്ല. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ODIയിൽ സെഞ്ചുറി അടിച്ച സഞ്ജു സാംസന് ഇന്ത്യൻ ടീമിൽ ഇടവില്ല. ജുറൈലിന് ഇന്നത്തെ കളിയിൽ വന്ന് ഡെക്കായിട്ട് പോകുന്നു. മാർക്കോ ജാൻസൺ ഒരു ഷോർട്ട് ബോൾ എറിയുന്നു. ജുറൈലിന്റെ മുമ്പിൽ 3 വഴിയുണ്ട്. ലീവ് ചെയ്യാം, 6 അടിക്കാം, അല്ലെങ്കിൽ അടിച്ച് ഔട്ട് ആവാം. ജുറൈൽ പറഞ്ഞു അടിച്ച് ഔട്ട് ആവാം. അടിച്ച് ഔട്ടായിട്ട് ജുറൈൽ കയറി പോകും. പിന്നെ നമ്പർ 5, ഇന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത്. ക്യാപ്റ്റൻസി നോക്കുവാണെങ്കിൽ അമ്പയെ പരാജയമായിരുന്നു. 9 ഫീൽഡർമാർ ബൗണ്ടറിയിലായിരുന്നു. ബോളറും വിക്കറ്റ് കീപ്പറും മാത്രമേ ഉള്ളായിരുന്നു 30R സർക്കിളിന്റെ അകത്ത്. ക്യാപ്റ്റൻസിയിലും ബോളിംഗിലും ഇന്ത്യൻ ടീമിന് പെശക് വരും. ഇന്ന് ബാറ്റിങ്ങിലൂടെ അത് തിരിച്ചു പിടിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. ചിലപ്പോൾ സ്റ്റുപ്പിഡ്, ചിലപ്പോൾ സൂപ്പർ. എന്നിരുന്നാലും എന്റെ സ്റ്റൈൽ ഞാൻ മാറ്റാൻ പോകുന്നില്ല. ഇന്ത്യ തോറ്റാൽ എന്താ, ജയിച്ചാൽ എന്താ, എന്റെ കണ്ണും പൂട്ടി അടിക്കുന്ന അടി ഞാൻ വന്ന് കളിക്കും. ഇന്ന് വന്നിട്ട് മാർക്കോ ജാൻസനെതിരെ കണ്ണും പൂട്ടി ഒരു അടി അടിക്കും. കോട്ട് ബി ഹാൻഡ് ആയിട്ട് വിക്കറ്റ് കീപ്പറിന്റെ കൊടുത്തിട്ട് കയറി പോകും. T20 സ്റ്റൈലിൽ വന്നിട്ട് ബാറ്റ് ചെയ്യും. ക്യാപ്റ്റൻസിയിൽ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നില്ല. ബാറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേന് റെസ്പോൺസിബിലിറ്റി കാഴ്ചവെക്കുന്നില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് ഇനി അടുത്ത കളിയിൽ അല്ലെങ്കിൽ വരും സീരീസുകൾ ഋഷഭ് പന്തിന് ക്യാപ്റ്റൻസി കൊടുക്കുക? ഒന്നുമില്ലായിരുന്നെങ്കിൽ ഈ സീരീസിൽ ബുംറ ഉണ്ടായിരുന്നു, KL രാഹുൽ ഉണ്ടായിരുന്നു. ODIക്കകത്ത് KL രാഹുലിനെ ക്യാപ്റ്റൻ ആക്കാമായിരുന്നെങ്കിൽ ടെസ്റ്റിലും ആക്കാമായിരുന്നു. സ്റ്റാൻഡ് ബൈ ക്യാപ്റ്റനായിട്ട് ഫസ്റ്റ് ടെസ്റ്റിൽ വന്നപ്പോഴത്തേനെ ഒരുപാട് പിഴവുകൾ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഇന്ത്യൻ ടീമിന് മാറ്റം വരുത്തായിരുന്നു. മാറ്റം വരുത്തുന്നില്ല. പന്തിന്റെ തനിക്കുണം കാണിച്ചു. കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ ചട്ടി. നിതീഷ് കുമാർ റെഡ്ഡി. ഈ ടീമിൽ എന്താണ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ റോളെന്ന് ചോദിച്ചാൽ ആരോ പറയുന്ന കേട്ട് നിതീഷ് കുമാർ റെഡ്ഡി റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ്. അതുകൊണ്ടാണ് ഈ ടീമിൽ സൈമൺ ഹാമർ വന്നിട്ട് ലെഫ്റ്റ് ഹാൻഡർമാരുടെ വിക്കറ്റ് എല്ലാം ഇങ്ങനെ പൂ പോലെ പറിച്ചുകൊണ്ട് പോകുമ്പോഴത്തേന് നമുക്കൊരു റൈറ്റ് ഹാൻഡർ വേണം. അതാണ് നിതീഷ് കുമാർ റെഡ്ഡി. അതായത് നിതീഷ് കുമാർ റെഡ്ഡി അല്ലാതെ വേറൊരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഇന്ത്യൻ ടീമിൽ ഇല്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ക്വാഡിൽ ഇല്ല, അല്ലെങ്കിൽ രഞ്ജി ടീമിൽ ഇല്ല. നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ളത്. ഇംഗ്ലണ്ടിൽ സീരീസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇഞ്ചുറി ആയിട്ട് പകുതിക്ക് വെച്ചിട്ടിട്ട് പോകും. ആസ്ട്രേലിയ നോക്കുവാണെങ്കിൽ നല്ലൊരു സീരീസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടോ പറയത്തക്ക ഏതെങ്കിലും ഒരു സീരീസ് നിതീഷ് കുമാർ റെഡ്ഡിക്കുണ്ടോ? നാഴിക 40 തൊട്ട് അജിത് അഗാക്കർ പറയും രോഹിത് ശർമ്മ പോയി രഞ്ജി കളിക്ക്, വിരാട് കോഹ്ലി പോയി രഞ്ജി കളിക്ക്. നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഈ രഞ്ജി ഒന്നും ബാധകമല്ലയോ? നിതീഷ് കുമാർ റെഡ്ഡി ഏത് ബേസിലാണ് ഇന്ത്യൻ ടീമിലോട്ട് വന്നത്? 6 ഓവർ എറിയിപ്പിച്ചത്, ഒരു വിക്കറ്റ് കിട്ടുന്നു. ഓൾറൗണ്ടർ ആന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കോ ജാൻസൺ ഒരു ഷോർട്ട് പിച്ച് ബോൾ എറിയുന്നു, ക്യാച്ച് കൊണ്ട് കൊടുക്കുന്നു മാക്രത്തിന്റെ കയ്യിൽ. നോക്കുവാണെങ്കിൽ സൂപ്പർ ഒരു ക്യാച്ച് പിടിച്ചു കേട്ടോ മാക്രം. ഔട്ട്സ്റ്റാൻഡിങ്. 3-4 ക്യാച്ചസ് മാത്രം മാക്രം പിടിച്ചു. അതിന്റെ പ്രത്യുപകാരമായിട്ട് KL രാഹുൽ വന്നിട്ട് മാക്രത്തിന്റെ ക്യാച്ച് 2 ഇന്നിംഗ്സിലും വിട്ട് കളഞ്ഞു. നീ ഇത്രയും ക്യാച്ച് പിടിച്ചില്ലേ, ഞങ്ങൾ അതുകൊണ്ട് നിനക്ക് ഫ്രീ ആയിട്ട് ചാൻസ് തരാൻ പോവാ 2 ഇന്നിംഗ്സിൽ. ഒന്നാമത്തെ ഇന്നിംഗ്സിൽ കൊടുത്തു, രണ്ടാമത്തെ ഇന്നിംഗ്സിലും ചാൻസ് കൊടുത്തു. നിതീഷ് കുമാർ റെഡ്ഡിയുടെ റോൾ എന്താണെന്ന് ആർക്കും അറിയാൻ വയ്യ. ഒരു റൈറ്റ് ഹാൻഡർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ടീമിൽ നിലനിർത്തും. പെർഫോമൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മുമ്പിലുണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയുടെ പെർഫോമൻസ്. ബോളിങ്ങിലെ പെർഫോമൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ബുംറയും സിറാജും കൂടെ ചേർന്ന് 60 ഓവർ എറിഞ്ഞു. നിതീഷ് കുമാർ ഒറ്റയ്ക്ക് വന്നിട്ട്
5 ഓവർ എറിഞ്ഞു. അതാണ് ബെനിഫിറ്റ്. ഈ ടീമിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ക്രിക്കറ്റർ ഉണ്ടെങ്കിൽ അത് സുന്ദറാണ്. സുന്ദറാണ് ഈ ടെസ്റ്റ് ടീമിലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് പ്ലെയർ എന്ന് നമുക്ക് പറയാം. സൗത്ത് ആഫ്രിക്ക കളിച്ച അതേ അപ്രോച്ചിൽ വളരെ പേഷ്യൻസോടെ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ് സുന്ദർ. മറ്റൊരു പ്ലെയറാണ് യശസ്വി ജയ്സ്വാൾ. ഈ രണ്ടുപേരേ ഉള്ളൂ ഈ ടീമിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ നോക്കുവാണെങ്കിൽ T20 സ്റ്റൈലിൽ കളിക്കുന്ന ഏതോ പ്ലേയേഴ്സ്, അല്ലെങ്കിൽ താല്പര്യമില്ലാതെ പോലെ കളിക്കുന്ന ഒരു പ്ലേയേഴ്സ്, അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന പ്ലേയേഴ്സ്, അങ്ങനെയുള്ള കുറേ പ്ലേയേഴ്സ് ആണ് ഇന്ന് ഇന്ത്യൻ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിച്ച് നോക്കുവാണെങ്കിൽ ഒരു ഭൂതവും ഇല്ലായിരുന്നു, നമ്മൾ വിക്കറ്റ് കൊണ്ട് കൊടുത്തതാണ്. മാർക്കോ ജാൻസൺ വന്നിട്ട് 6 വിക്കറ്റ് എടുക്കുന്നു. ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേന് 90+ റൺസ് കണ്ടെത്തുന്നു. വളരെ ക്രിയേറ്റീവായിട്ട് വന്നിട്ട് ബോൾ ചെയ്യുന്നു. ഇന്ത്യയുടെ ബോളർമാർ സിറാജും ബുംറയും കൂടെ ചേർന്ന് 60 ഓവർ എറിഞ്ഞു. അവർ ഷെയർ ചെയ്തെടുത്ത വിക്കറ്റ് 4. മാർക്കോ ജാൻസൺ 20 ഓവർ എറിഞ്ഞു, 6 വിക്കറ്റ് എടുത്തു. പിച്ചിൽ ഒരു ഭൂതം ഇല്ലായിരുന്നു. ഇങ്ങോട്ട് വരുന്നു, ഷോർട്ട് പിച്ച് ബോൾ എറിയുന്നു. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെ 1, 2, 3, 4, 5, 6 വിക്കറ്റ് എടുത്ത് ഇന്ത്യയെ തീർത്തു. ഫ്ലാറ്റ് പിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാർക്കോ ജാൻസൺ, സ്പിൻ പിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേശവ് മഹാരാജും സൈമൺ ഹാമർ. പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ സ്പിന്നിലോട്ട് പോവുകയാണെങ്കിൽ കേശവ് മഹാരാജും സൈമൺ ഹാമറും കൂടെ ചേർന്ന് 4 വിക്കറ്റ് എടുത്തു. സൗത്ത് ആഫ്രിക്കയുടെ സ്പിന്നർമാർ എങ്ങനെ ബോൾ ചെയ്തതെന്ന് അറിയാമോ? വളരെ സ്ലോ ആയിട്ടാണ് ബോൾ ചെയ്തത്. 70-80 സ്പീഡിലാണ് അവർ ബോൾ ചെയ്യുന്നത്. അതായത് സ്ലോ ത്രൂ ദ എയർ. ഒരു വളരെ സ്ലോ ആയിട്ട് വന്നിട്ട് എറിഞ്ഞു. പിന്നെ അവർ നോക്കുവാണെങ്കിൽ വളരെ ടോസ് ചെയ്ത് ബോൾ എറിഞ്ഞു. അവർക്ക് ഗ്രിഫ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ സ്പിന്നർമാരുടെ സ്പീഡ് നോക്കുമായിരുന്നെങ്കിൽ 90-ന് മേളിലായിരുന്നു. അതായിരുന്നു ഡിഫറൻസ്. സൗത്ത് ആഫ്രിക്ക കണ്ടീഷൻ നോക്കുവാണെങ്കിൽ പേസർമാർക്ക് അനുകൂലമായ ഒരു കണ്ടീഷൻ. അവിടെ ഇവർക്കറിയാം എങ്ങനെ ബോൾ ചെയ്യേണ്ടതെന്ന്. ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് അറിയത്തില്ല. അവർക്ക് ഏതെങ്കിലും റഫായിട്ടുള്ള ഏരിയ വരും, ടേണിംഗ് ട്രാക്ക് വരും, അവിടെ കറക്റ്റ് അവർ എറിയും, അവർക്ക് വിക്കറ്റ് കിട്ടും. ഇന്ത്യയുടെ സ്പിന്നർമാർ ട്രെയിൻ അല്ലായിരുന്നു. ഇവർക്ക് നോക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് കിട്ടുന്നത്. പുതിയ പേസ് ബോളർമാർക്ക് അല്ലെങ്കിൽ സീമും സിംഗും കിട്ടുന്ന കണ്ടീഷനാണ് വരുന്നത്. ഇവർ വന്നിട്ട് സ്ലോ ത്രൂ ദ എയർ എറിയും, ബോളിന്റെ സ്പീഡ് കുറച്ചിട്ട് ഇവർ എറിയും, ടോസ് ചെയ്ത് ബോൾ എറിയും. അങ്ങനെയാണ് ഇവർ വിക്കറ്റ് കിട്ടുന്നത്. സോ ഇന്ന് അവരൊന്ന് അതുപോലെ ബോൾ ചെയ്യുന്നു. അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവർക്കറിയായിരുന്നു ഈ സാഹചര്യത്തിൽ എങ്ങനെ ബോൾ ചെയ്യേണ്ടത്. ബോൾ ചെയ്ത് കാണിച്ചു തന്നു, ഇന്ത്യ ഒതുക്കി. ഇന്നിപ്പോൾ ഇന്ത്യൻ ടീം എവിടെ നിൽക്കുന്നത്? സൗത്ത് ആഫ്രിക്കയ്ക്ക് 314 ലീഡുണ്ട്. 10 വിക്കറ്റ് അവരുടെ കയ്യിലുണ്ട്. മേ ബി അവരുടെ ഒരു പ്ലാൻ എനിക്ക് തോന്നുന്നു, നാളെ ടീ കഴിഞ്ഞിട്ട്, ടീ ആണല്ലോ ആദ്യമേ വരുന്നത്, ലഞ്ച് കഴിഞ്ഞ് ഒരു 1 അവർ കൂടെ അവർ ബാറ്റ് ചെയ്യും. ഒരു 115 മുതൽ 120 ഓവർ വരെ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്കാനായിരിക്കും അവരുടെ ഒരു പ്ലാൻ. അവർക്കറിയാം ഈ പിച്ചിൽ വന്നിട്ട് എങ്ങനെയാണ് വിക്കറ്റ് എടുക്കേണ്ടത്. ഒരു 115 മുതൽ 120 ഓവർ വരെ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരിലോട്ട് വെച്ച് കൊടുക്കാം. നോക്കുവാണെങ്കിൽ ഈ 3 ദിവസം നഷ്ടപ്പെട്ടത് ബാഡ് ലൈറ്റ് കാരണം 30 ഓവറാണ്. സോ സൗത്ത് ആഫ്രിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് അവർ വലിയ രീതിയിൽ റിസ്ക് എടുക്കാൻ നിൽക്കത്തില്ല. ഒരു 115 മുതൽ 120 ഓവറെങ്കിലും ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരിലോട്ട് വെച്ച് കൊടുക്കും. ഇനിയല്ല, ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരുടെ കയ്യിലാണ്. ഇനി അവർ വെച്ച് കൊടുക്കുന്ന മേ ബി ഒരു 450-500 റൺസ് ചേസ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഡ്രോ പിടിക്കാൻ ശ്രമിക്കും. ജയിച്ചാൽ 12 പോയിന്റ് കിട്ടും, ഡ്രോ ആക്കിയാൽ 4 പോയിന്റ് കിട്ടും. തോൽക്കുന്നതിനെക്കാട്ടും നല്ലതാണ് മിനിമം ഒരു ഡ്രോ എങ്കിലും പിടിക്കാൻ. ഡ്രോ പിടിക്കാൻ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർക്കാവൂ? കണ്ടറിയാം എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നതെന്ന് നാളെ നമുക്ക് കണ്ടറിയാം, അല്ലെങ്കിൽ മറ്റന്നാളൂടെ നമുക്ക് കണ്ടറിയാം എന്ത് അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യക്ക് ഈ ടെസ്റ്റിലോട്ട് തിരിച്ചു വരാൻ കഴിയുമോ? ഇന്ത്യക്ക് ഈ ടെസ്റ്റിലോട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ, ഈ ടെസ്റ്റ് ഇന്ത്യ ജയിച്ചാലോ തോറ്റാലോ, ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയില്ലെങ്കിൽ ഇതിനൊരു അവസാനം കാണത്തില്ല. ഹോം അഡ്വാൻറ്റേജിന് അറുതി വന്നിട്ടുണ്ട് ഏകദേശം. അടുത്ത ഇനി ആസ്ട്രേലിയയാണ് ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നത്. അതിന് മുമ്പെങ്കിലും കുറച്ച് ചേഞ്ചസ് ഇന്ത്യൻ ടീമിൽ കാണാൻ കഴിയട്ടെ. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ഇന്ത്യ ജയിക്കട്ടെ, ഇന്ത്യക്ക് ഈ കളി ജയിക്കാൻ